അപ്പോൾ നമുക്ക് കോഴിക്കോട് ബീച്ചിലേക്ക് കൂടി പോകാം. അഭിജിത്ത് മുഴക്കുന്ന്, ഗുഡ് ഈവനിങ്. കോഴിക്കോട് ബീച്ചിൽ എങ്ങനെ എപ്പോഴും തിരക്കുള്ള ഒരു സ്ഥലമാണ്. മഴയൊക്കെ ഒന്ന് മാറി നിന്നപ്പോൾ ഇന്നത്തെ ഈ ഞായറാഴ്ച വൈകുന്നേരം എങ്ങനെയുണ്ട്? സുജയ, ഗുഡ് ഈവനിങ്. കോഴിക്കോട് ബീച്ചിനെ സംബന്ധിച്ചാണെങ്കിൽ എല്ലാ ദിവസവും തിരക്കുള്ള ഒരു സ്ഥലമാണ്. വീക്കെൻഡ് ആണെങ്കിൽ പറയുകയേ വേണ്ട. ഇന്നിപ്പോൾ ഞായറാഴ്ച ആയതിനാൽ തന്നെ നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോയാൽ കാണാം, നിരവധി പേർ കോഴിക്കോട് ബീച്ചിലേക്ക് എത്തിയിട്ടുണ്ട്. അവരവരുടെ സായാഹ്നം ആസ്വദിക്കുകയാണ്, അവരുടെ ഒഴിവ് സമയങ്ങൾ ആസ്വദിക്കുകയാണ്. എല്ലാവർക്കും വേണ്ട സൗകര്യങ്ങൾ കോഴിക്കോട് ബീച്ചിലുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സുജയ, നമുക്കിപ്പോൾ ആ ദൃശ്യങ്ങളിലേക്ക് പോയാൽ കാണാം, കുറച്ച് കുഞ്ഞുമക്കൾ അവിടെ ഇങ്ങനെ ആ ഒരു സ്ഥലത്തിരുന്ന് അവരിങ്ങനെ തുള്ളിക്കളിക്കുകയാണ്. അവർക്ക് വേണ്ട സൗകര്യം അവിടെ ഉണ്ട്. അതിനിപ്പുറത്ത് കുറേ പേർ ഇങ്ങനെ നടന്നു നീങ്ങുന്ന കാഴ്ച കാണാം. നമുക്ക് കാമുകന്മാരെയൊക്കെ കാണാം. അവർ ഒരു ശല്യമില്ലാതെ അവരിങ്ങനെ ഒരു ഭാഗത്തുകൂടി നടന്നു പോകുന്നു. അവരുടേതായ നിമിഷങ്ങളുണ്ട്. ഒപ്പം തന്നെ ഫാമിലി ആയിട്ട് വന്നവരുണ്ട്. അങ്ങനെ നൂറുകണക്കിന് പേർ, ആയിരക്കണക്കിന് പേർ ഒത്തുചേരുന്ന ഒരു സ്ഥലമാണ് സുജയ കോഴിക്കോട് ബീച്ച്. അത് കോഴിക്കോട് നിന്നുള്ളവർ മാത്രമല്ല, മലപ്പുറത്ത് നിന്നുള്ളവർ, വയനാട്ടിൽ നിന്നുള്ളവർ ഒക്കെ കോഴിക്കോട് ബീച്ചിലേക്കാണ് എത്താറുള്ളത്. ഇവിടെ നമുക്കൊപ്പം കുറച്ച് അമ്മമാരുണ്ട്. എവിടുന്നാണ് നിങ്ങൾ? എവിടുന്നാണ് വരുന്നത്? ഒളവണ്ണയിൽ വരികയാണ്. അത് വൈകുന്നേരം ബീച്ച് ആസ്വദിക്കാൻ വേണ്ടി വന്നതാണോ? എപ്പോഴും വരാറുണ്ട് ചേച്ചി? ഇല്ല, എപ്പോഴെങ്കിലൊക്കെ ഇനിയിപ്പോൾ നിങ്ങൾ 4 പേരും കൂടിയാണ്? 4 ഞങ്ങൾ ചേച്ചി അനിയത്തിമാരാണ്. എപ്പോഴെങ്കിലും ആസ്വദിക്കാൻ വേണ്ടി വരുന്നതാണ്. അഭിജിത്ത്, ഒളവണ്ണ എന്ന് പറയുമ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ ആയിട്ട് വരാറുണ്ട്. മക്കളായിട്ട് വരാറുണ്ട്. ഒരു അതെ, നമ്മുടെ ഒരു ക്യാമറമാൻ ഉണ്ട്, വിനേഷ് ഒളവണ്ണ. അറിയാവോ? അവർക്ക് വലിയ പരിചയമില്ല വിനേഷ് ഒളവണ്ണെ. പക്ഷെ ചേച്ചി, എങ്ങനെയുണ്ട് ഇവിടെ ബീച്ചിൽ വന്നിട്ട്? അടിപൊളി, സൂപ്പറായിട്ട്. സുജി, അങ്ങനെ നിരവധി പേർ ഇവിടെയുണ്ട്. നമ്മുടെ ഈ കോഴിക്കോട് ബീച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഈ ഭക്ഷണത്തെക്കുറിച്ച് പറയാതെ നമുക്ക് പോകാൻ പറ്റില്ല. ഇവിടെ തട്ടുകടയിലെ നമ്മുടെ ഈ ഉപ്പിലിട്ടതിനെ കുറിച്ചൊക്കെ പറയാതെ നമുക്ക് ഈ കോഴിക്കോട് ബീച്ചിൽ നിന്ന് പോകാൻ പറ്റില്ല. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം, നിരവധി പേരാണ് ഈ ഉപ്പിലിട്ടതൊക്കെ കഴിക്കാൻ വേണ്ടി ഇവിടേക്ക് വരാറുള്ളത്. അതിന്റെ ഒരു കൊണ്ടുപോയി ഈ ഉപ്പിലിട്ടതൊക്കെ വാങ്ങിത്തരാനൊക്കെ ഒന്നൊരു ശ്രമം നടത്തിയായിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടി എനിക്ക് പോയിരുന്നു. അപ്പോൾ അഭിജിത്ത്, ഈ ദിവസവും ഈ ഇവിടേക്ക് എത്തുന്ന ആളുകളുടെ എണ്ണം സാധാരണ പോലെ തന്നെ ഉണ്ടെന്നാണല്ലോ പറഞ്ഞത്. നമുക്ക് ഈ കാഴ്ചകളൊക്കെ കാണുന്നതിനായി പുറത്തേക്ക് ഇറങ്ങുന്ന ആളുകളുടെ, അതായത് ഈ ഒരു ജനറേഷൻ ചേഞ്ച് അതിനുണ്ടാകുന്നുണ്ടോ? കാരണം കൂടുതലും ഈ സ്മാർട്ട് ഫോണിലേക്ക്, നേരത്തെ സുനിഷ പറഞ്ഞ പോലെ റീൽസ് കാണുന്നതിലേക്കുള്ള ഒരു താല്പര്യത്തിലേക്കൊക്കെ കൂടുതലായി വരുമ്പോൾ റിയൽ ലൈഫ് എൻജോയ് ചെയ്യാനായിട്ട് ഇറങ്ങുന്നവർ ഈ ഞായറാഴ്ച വൈകുന്നേരങ്ങളിൽ കുറയുന്നുണ്ടോ? സുജയ, നമുക്ക് കോഴിക്കോട് ബീച്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ അങ്ങനെ തോന്നുകയില്ല. കാരണം വിവിധ പ്രായങ്ങളിലുള്ളവർ ഇവിടെയുണ്ട്, കുട്ടികൾ ഉൾപ്പെടെ ഇവിടെയുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് പോയാൽ തന്നെ കാണാം, നമുക്കങ്ങനെ കുട്ടികൾ ഇവിടേക്ക് വരുന്നില്ല എന്നൊന്നും തോന്നാറില്ല. കുട്ടികൾ ഈ സ്മാർട്ട് ഫോണിനൊക്കെ നമ്മൾ അഡിക്റ്റ് ആണെന്ന് പറയും. പക്ഷേ അങ്ങനെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കങ്ങനെ വിചാരിക്കാനേ കഴിയില്ല. ചെറിയ കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർ ഇവിടേക്ക് വരും. അവർ ഈ സായാഹ്നമൊക്കെ ആസ്വദിക്കും. ഈ സൺസെറ്റ് അത് കാണുന്നതിനായി ഇവിടേക്ക് എത്തുന്നവർ നിരവധി പേരുണ്ട്. സുജയ, അതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറയാനുള്ളത്, നമ്മളിപ്പോൾ ഈ ഉപ്പിലിട്ടത് കണ്ടു. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കോർപ്പറേഷൻ ഒരുക്കുന്ന പുതിയ ഒരു തട്ടുകടയാണത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ പോയാൽ കാണാം. ഈ മാതൃകയിലുള്ള തട്ടുകടകളായിരിക്കും ഇനി കോഴിക്കോട് ബീച്ചിൽ ഉണ്ടാവുക. കോഴിക്കോട് ബീച്ചിൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായാണ് കോർപ്പറേഷൻ ഇങ്ങനെ ഒരു തട്ടുകട വിഭാവനം ചെയ്തിട്ടുള്ളത്. അങ്ങനെ നൂതനമായ പല ആശയങ്ങളും കോഴിക്കോട് ബീച്ചുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നുണ്ട്. അതിനിടയിൽ കുറച്ച് കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കാനുണ്ട് സുജയ. നമ്മുടെ ഈ ബീച്ചുമായി ബന്ധപ്പെട്ടാണ്, ഇവിടെ ആയിരക്കണക്കിന് പേർ ഇവിടേക്ക് എത്തുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടേക്ക് വരുന്നവർക്ക് വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം അത് വളരെ അടിയന്തരമായി ഉണ്ടാക്കേണ്ടതുണ്ട്. കാരണം പലപ്പോഴും ഈ റോഡുകളിലേക്കൊക്കെ വാഹനങ്ങൾ ഇറക്കി വെച്ച് ഗതാഗത തടസ്സമുണ്ടാകുന്ന ഒരു കാഴ്ച കാണാറുണ്ട്. ഒപ്പം തന്നെ ഇതിന് തൊട്ടപ്പുറത്താണ് ലയൺസ് പാർക്ക്. അവിടെ രാത്രിയാകുമ്പോൾ വെട്ടമില്ലാത്തൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ബീച്ചിലേക്ക് ആളുകൾ നിരവധിയായി എത്തുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പല പ്രവർത്തനങ്ങളും കോർപ്പറേഷൻ്റെ ഒക്കെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങളിൽ ഉൾപ്പെടെ ഇനിയും കുറച്ചുകൂടി അഭിജിത്ത്, നമ്മുടെ സ്ഥിരം പ്രേക്ഷകയായ അമ്മയെ അഭിജിത്തിനോട് പറയുന്നു, നേരത്തെ അഭിജിത്ത് പറഞ്ഞു പോയപ്പോഴേക്കും കാമുകന്മാർ എന്ന് ഉപയോഗിച്ചു. അപ്പോൾ അങ്ങനെ ബെസ്റ്റീസ് ഒക്കെ ആയിട്ട് അവരൊന്ന് ചില്ല് ചെയ്തോട്ടെ, അസൂയ വേണ്ട എന്ന അമ്മയെ അഭിജിത്തിനൊരു ഉപദേശം കൂടി നൽകിയിട്ടുണ്ട്. അഭിജിത്ത് കേട്ടല്ലോ അല്ലേ? അമ്മയെ ഇതുവഴി എവിടെയെങ്കിലും പോകുന്നുണ്ടോ നമുക്കറിയില്ല. ഏതായാലും അങ്ങനെ പറഞ്ഞതല്ല. എല്ലാവരും വരട്ടെ, ആസ്വദിക്കട്ടെ ഈ സായാഹ്നം. സുജ, ഓക്കെ. അപ്പോൾ നല്ല സായാഹ്നമായിട്ട് അഭിജിത്ത് വന്ന് ചില്ലായിട്ട് തിരിച്ച് ബ്യൂറോയിലേക്ക് വെക്കോളൂ. നമുക്ക് അടുത്ത കാഴ്ചയിലേക്ക് പോകാം. അപ്പോൾ ഞായറാഴ്ച വൈകുന്നേരമാണ്. ഞായറാഴ്ചകൾ എന്ന് പറയുന്നത് അത്രത്തോളം കളറാവുന്നുണ്ടെന്ന് നോക്കണ്ടേ. മഴയൊക്കെ മാറി നിൽക്കുകയാണ്. അപ്പോൾ ഇനിയും പുറത്തേക്ക് ഇറങ്ങാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 13 മിനിറ്റ് ആയിട്ടുള്ളൂ. ഇനിയും ഉണ്ട് സൂര്യൻ അസ്തമിക്കാൻ സമയം. അപ്പോൾ അസ്തമന ശേഷമുള്ള കാഴ്ചയും അസ്തമനത്തിന് മുമ്പുള്ള കാഴ്ചയും കാണാം. തൊട്ടടുത്തുള്ള എവിടേക്കെങ്കിലും ഒക്കെ വീട്ടുകാരെയൊക്കെ കൂട്ടിയിട്ട് ഒന്ന് പോകാനായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതിനും മടിക്കേണ്ട.